അമ്മച്ചിയുടെ പേര്? എൻ്റെ പേര് റോസമ്മ. വീട്ടുപേര്? മയിലാടിയിൽ. മയിലാടിയിൽ. അച്ചാമ്മയെന്നാ വിളിക്കണം. അച്ചാമ്മന്ന് വിളിക്കും. ആ, പള്ളിയിലെ പേര് റോസമ്മ. റോസമ്മ എന്നാ. പാട്ടരാജനുണ്ട്. ഞങ്ങൾ കുറച്ച് പേരെ കുർബാന കാണാനുള്ളൂ അന്നത്തെ കാലത്ത്. അന്നത്തെ കാലത്ത് ആ, ഒരു ആദ്യമേ ഒരു ഓലപ്പര പോലെയായിരുന്നു. അതിന് ശേഷം പിന്നെ പാടി വേണത്. ആ, അന്ന് പാട്ടത്തിലച്ഛനായിരുന്നു. പാട്ടരാജനായിരുന്നു. ആ, പഠിച്ചത് സ്കൂള്? ഞാൻ പഠിച്ചത് സെന്റ് മേരീസിന്റെ കാഞ്ഞിരപ്പള്ളി സെന്റ് മേരീസിലാണ് പഠിച്ചത്. കല്യാണം ഒക്കെ നടക്കുന്നൊക്കെ ഓർമ്മയുണ്ടോ? പിന്നെ കല്യാണമൊക്കെ ഓർമ്മയുണ്ട്. ആ, അത് എവിടെ വെച്ചായിരുന്നു? അവിടെ അത് കൂവമ്പള്ളി വെച്ചായിരുന്നു. കൂവപ്പള്ളി വെച്ചായിരുന്നു. അതെ. പള്ളി പണിയാനായിട്ടൊക്കെ അന്ന് പുതിയ പള്ളി പണിത് ഓർമ്മയുണ്ടോ? പണിത് ഓർക്കുന്നുണ്ട്. പാട്ടത്തിലച്ഛനൊക്കെ ഒത്തിരി പാടുപെട്ട് എല്ലാവരും പോകും. ഇവിടെയുള്ളവരൊക്കെ പോയി ചുമ്മാ പണിക്കാരൻ്റെ കൂട്ടും. തിരിച്ചു വരുമ്പോൾ ചുമ്മാ തോർത്തും ഒക്കെ കൊടുത്ത് അങ്ങനെ പണിയാൻ പോകുമായിരുന്നു. നല്ല പുത്തൻ പള്ളി. പഴയ പള്ളിക്ക് പാട്ടത്തിലച്ഛനാ കണ്ടാനോ വെച്ചേ. പുതിയ പള്ളി. ഓ അതെ. അപ്പോൾ ഇവിടുന്നൊക്കെ പോയി ശ്രമദാനമൊക്കെ നടത്തിയിട്ടുണ്ടോ? അവിടെ പോയി പണിക്ക് വേണ്ടിയിട്ട് പോവുമായിരുന്നു. ഇവിടെ പോവുമായിരുന്നു. കല്ല് ചുമക്കാനും. ഞായറാഴ്ച കുർബാനയ്ക്ക് ശേഷം കുർബാനയ്ക്കൊക്കെ ഞങ്ങൾ പെണ്ണുങ്ങളായാലും ചെറുതൊക്കെ ചുറക്കുന്നുകൊണ്ട് പോരും. പിന്നെ പഴയ കൂവപ്പള്ളിയെ പറ്റി ഓർക്കുന്നുണ്ടോ? കൂവപ്പള്ളിയിലെ പ്രദേശങ്ങൾ അന്ന് യാത്രാ സൗകര്യമൊക്കെ എങ്ങനെയാണെന്ന് നോക്കല്ലോ ഓർക്കുന്നുണ്ടോ? യാത്രാ സൗകര്യം ഇല്ല. അന്ന് വണ്ടി ഒന്നും പോക്കില്ല. ഇവിടെ നിന്നൊക്കെ നടന്നു തന്നെ പോകണം. ഇവിടെ നിന്ന് നടന്നു പോകും. എന്നും നടന്നു പോക്കോളും. ഈ ആശുപത്രിയിലൊക്കെ പോയിക്കൊണ്ടിരുന്നത് എവിടെയായിരുന്നു? മലബാർ കോളേജ് ഒരു ആശുപത്രി തുടങ്ങിയതിന് ശേഷം മലബാർ കോളേജ് പോകും. അവിടെ ഒരു ചെറിയൊരു ഡിസ്പെൻസറി ആയിട്ട് ഉണ്ടായിരുന്നു. ഇത് പിന്നെ യൂറോപ്യൻ വിദേശത്തു നിന്നുള്ള നേഴ്സുമാർ ഈ സിസ്റ്റേഴ്സ് നടത്തിക്കൊണ്ടിരുന്നത്. സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സിൻ്റെ ഒരു ഒന്നുണ്ടായിരുന്നു. ഞാൻ ടി ബി ഹോസ്പിറ്റല് ആയിരിക്കും. ഞാൻ ഓർക്കുന്നില്ല ഇപ്പോൾ. മല കയറിയതൊക്കെ ഓർമ്മയുണ്ടോ? എന്തോ മല കയറ്റത്തിനൊക്കെ പോയത് ഓർമ്മയുണ്ടോ? മലകയറ്റം. മലകയറ്റത്തിന് പോകും. അതെല്ലാം പോവും. വെള്ളിയാഴ്ചകളിൽ ഉണ്ട്. വെള്ളിയാഴ്ചയൊക്കെ കൂടുതലാണ്. മലയൊക്കെ കയറിയിട്ടുണ്ടോ? പിന്നെ എല്ലാം മല കയറാൻ പോവും. പോകാൻ നിൽക്കാൻ പാടില്ല. എന്നാൽ വേണ്ട കടവുള്ളത് പോലെയാ മലകയറ്റത്തിനുള്ള പോക്ക്. ഇവിടെയുള്ള എന്നെ പോലെയുള്ളവരൊക്കെ ഉണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടെ പോവും. അന്ന് ഇടവക്കാരൊക്കെ എല്ലാം നല്ല സഹകരണമുള്ളവരും. അധികം പേരില്ല. അധികം ആൾക്കാരേ ഇല്ല. വളരെ കുറച്ച് പേരേ ഉള്ളൂ. എല്ലാവരും കൂടെ സഹകരിച്ചൊക്കെ എല്ലാ കാര്യത്തിലും ഒന്നിനും വെറുപ്പൊന്നുമില്ല. ആർക്കും വെറുപ്പുള്ള അങ്ങനെ രീതിയില്ലായിരുന്നു. ഇല്ല. എല്ലാ കാര്യങ്ങളും സഹകരിച്ചങ്ങ് പോകും. നമ്മുടെ പെരുന്നാളൊക്കെ ഓർമ്മയുണ്ടോ? പെരുന്നാളൊക്കെ ഓർമ്മയുണ്ടോ? പെരുന്നാള് എനിക്ക് തീയതിയൊന്നും അറിയത്തില്ല. പെരുന്നാളുള്ളപ്പോൾ അങ്ങ് പോകും. പിന്നെ കാഞ്ഞിരപ്പള്ളി അപ്പിച്ചേട്ടനുണ്ടായിരുന്നു. അപ്പിച്ചേട്ടനാണ് എല്ലാത്തിൻ്റെ ഒരു മേധാവിയായിട്ട് നടക്കുന്നത്. കാന്താരി. പണ്ട് ഈ വഴിക്ക് ഈ പ്രദക്ഷിണം വരുന്ന എൻ്റെ ഓർമ്മയിലുണ്ട്. പണ്ട് പെരുന്നാളിൻ്റെ പ്രദക്ഷിണം ഈ വഴിക്ക് വന്നു ഇവിടെ കണ്ടൊരു പന്തലിടുമായിരുന്നു. അപ്പം ഞങ്ങളൊക്കെ അതിൻ്റെ ഏറ്റവും മുന്നിൽ ഓടി ഇതിലേക്ക് പ്രദക്ഷിണം വന്നോണ്ടിരുന്നു പണ്ട്. ഞങ്ങൾ അങ്ങനെ ആയിരിക്കണം. ഇതിലേക്ക് പ്രദക്ഷിണം വരുമായിരുന്നു. ഇതിലേക്ക് പണ്ട്. ഇപ്പം അന്ന് ചെറുതായിട്ട് തുടങ്ങിയ ഇടവക അധികം പേരില്ലായിരുന്നല്ലോ അന്ന്. അത് ഇപ്പം 850 പേര് ഇടവകക്കാരുണ്ട് നമ്മുടെ കൂവപ്പള്ളിക്ക്. അതെ. എന്നാലും നല്ല ഒരു കാര്യം ഈശോ തന്നിരിക്കും നമുക്ക്. അതെ.